ഞാനിപ്പോൾ നിൽക്കുന്നത് ബുർജ് ഖലീഫ എന്ന് വെറും 5 മിനിറ്റ് ഡിസ്റ്റൻസിലുള്ള ബിസിനസ് ബേയിലാണ്. ബിസിനസ് ബേന്റെ ഒരു റിയൽ എസ്റ്റേറ്റിലെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 1 ബെഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2.3 അല്ലെങ്കിൽ 2.4 മില്യൺ ദിറംസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലേ ഇപ്പോൾ ഇവിടെ ഒരു 1 ബെഡ് കിട്ടുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ വാങ്ങുന്നത് എന്തിനാ? വൺസ് ഇത് ഹാൻഡ് ഓവർ ആകുമ്പോൾ ടൈമിൽ നമുക്ക് റീസെല് ചെയ്താലും അത്യാവശ്യം അപ്രീസിയേഷനും കാര്യങ്ങളും ഇപ്പോഴും ഇവിടെ കിട്ടുന്നുണ്ട്. കാരണം അത്രയും ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ബിസിനസ് ബേ ഡൗൺ ടൗൺ ഏരിയ എന്നുള്ളത്. എന്നാൽ ഞാൻ ഇപ്പം നിൽക്കുന്ന ഈ ഒരു പ്ലോട്ട് വരുന്നത് ദിയാർ അഥവാ സെമി ഗവൺമെന്റ് ഡെവലപ്പറായ ദിയാർ അവരുടെ ഡൗൺ ടൗൺ റെസിഡൻസിലുള്ള 110 ഫ്ലോർ വരുന്ന ഒരു റെസിഡൻഷ്യൽ ടവർ ആണ് ഒരു ബിസിനസ് ബേയിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 1.8 മില്യൺ ആണ്. അതും 50-50 പേയ്മെന്റ് പ്ലാൻ. നമ്മൾ 2029 ഡിസംബർ അഥവാ 4 വർഷം കൊണ്ട് നമ്മൾ അടക്കേണ്ടത് പകുതി മാത്രം. അഥവാ 1.8 മില്യന്റെ പകുതി എന്ന് പറയുമ്പോൾ ഏകദേശം 9 ലക്ഷം ദിറംസ്. ഓക്കെ, ഈ ഒരു ടൈമിൽ നമ്മൾ ഏറ്റവും മിനിമം വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ നമ്മൾ ഇപ്പോഴത്തെ പ്രൈസ് അഥവാ 2.3 ആണ് ഇപ്പോഴത്തെ ഒരു 1 ബെഡിന്റെ പ്രൈസ്. ബാക്കിയുള്ള ഏത് പ്രൊജക്റ്റിൽ എടുത്ത് നോക്കിയാലും നമുക്ക് കിട്ടുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ അന്ന് റീസെൽ ചെയ്താലും നമുക്ക് ഏകദേശം 4-5 ലക്ഷം ദിറംസ് നമുക്ക് ലാഭം കിട്ടുകയാണ്. നമ്മൾ 9 ലക്ഷം ദിറംസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് 4-5 ലക്ഷം ദിറംസ് ലാഭം കിട്ടുകയാണ് ആ ഹാൻഡ് ഓവർ ടൈമിൽ നമ്മൾ റീസെൽ ചെയ്താൽ. ബട്ട് ഞാൻ ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഇവിടെ അപ്രീഷിയേറ്റ് ആകും. കാരണം നമ്മുടെ ബിസിനസ് ബേ മെട്രോ സ്റ്റേഷനിൽ വെറും 3 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് വരുന്നത്. ഷെയ്ഖ് സായിദ് റോഡ് അവിടെ 2 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഷെയ്ഖ് സായിദ് റോഡ് വരുന്നുണ്ട്. സോ അത്രയും കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ബിൽഡിംഗ്, അതും ദുബായിന്റെ 6ാമത്തെ ടോളസ്റ്റ് ബിൽഡിംഗ്. സോ ഇതൊരു ഐക്കോണിക് എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റ് ആണ്. സോ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് യൂണിറ്റ്സ് കാര്യങ്ങൾ അഥവാ 432 യൂണിറ്റ്സ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. സോ ഇതിൽ ഏത് യൂണിറ്റ് ആണ് നല്ലത്, ഏത് യൂണിറ്റ് ആണ് മോശം, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വൺസ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ ഈ ഒരു നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നമുക്ക് സംസാരിക്കാം.